എല്ലാ കൂട്ടുകാർക്കും അലീസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ളൊരു ചെമ്മീൻ കറിയാണ്. ഇതുണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനാവശ്യമായത് 250 ഗ്രാം ചെമ്മീൻ കഴുകി വെച്ചിട്ടുള്ളത്, 2 സബോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഒരു ഗ്ലാസ്സിൽ അളവിലാണ് ഇപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് പച്ചവെള്ളം, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 മുളക്, 1 മല്ലിയില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കുടംപുളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതാകുമ്പോൾ ടേസ്റ്റും കൂടും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ പാൻ ആയാലും ഉപയോഗിച്ചാൽ മതി. ഈ ചട്ടി ചൂടായ ശേഷം മാത്രമേ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ചൂടായിട്ട് വന്നിട്ടുള്ള നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളേൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നോളം വരെ ഇളക്കി കൊടുക്കുക. ഞാനീ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാതിയായി മനസ്സിലാവത്തുണ്ടാവുള്ളൂ. ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ലൈറ്റായിട്ട് കളർ മാറുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായിട്ട് അരിയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, അതാകുമ്പോൾ വേഗം ഉടഞ്ഞു കിട്ടാൻ സഹായിക്കും. ഇതിപ്പോൾ ഞാൻ മൺചട്ടിയിൽ വെച്ചുകൊണ്ടാണ് ഇത്ര താമസം എടുക്കുന്നത്. നിങ്ങൾക്ക് പാനിലാണെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കാവുന്നതാണ്. തക്കാളി ഒന്ന് വാടി കിട്ടുന്നോളം വരെ നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കല്ലിൽ ചതച്ചെടുത്തതാണ് കേട്ടോ, അല്ലാതെ മിക്സിയിൽ അരച്ചെടുത്തതല്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇപ്പം കഷ്ണമായിട്ട് ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആക്കാതെ ഇട്ടാലും മതി. അപ്പം നമ്മളിപ്പോൾ പേസ്റ്റ് ആക്കി ഇടുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ടേസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ഇടേണ്ടത്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ജീരകം പൊടിച്ചതും, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാലയും അവസാനമാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോഴേ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, മസാല എല്ലാം ചേർന്ന് പിടിക്കാൻ. ഇപ്പോൾ ഇതിലോട്ട് ഓയിൽ കുറവാണ്, ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്.
നിങ്ങൾക്കിപ്പോൾ ആദ്യമേ 3 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ലായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനനുസരിച്ച് ചെയ്ത് നോക്കുക. ഇനി നമുക്കിതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മസാല എല്ലാം കൂടെ അതിനകത്തോട്ട് ചേർന്ന രീതി നമുക്ക് ഇളക്കി കൊടുക്കണം. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സ്പൈസി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇഷ്ടമാകും, അത് ഉറപ്പാണ്. എരിവ് താല്പര്യമില്ലെങ്കിൽ ആ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ സ്പൈസി ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും എരിവ് ഇച്ചിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത്. ഇതിനിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കില്ലെങ്കിൽ മൺചട്ടി അതിൻ്റെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറുകണമെന്ന് താല്പര്യമില്ലെങ്കിൽ ഇത്രയും കുറുകിക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെ നിങ്ങൾക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ ലൈറ്റായിട്ട് കുറുകാൻ വേണ്ടിയിട്ടാണ് ഇത്ര സമയം വെച്ചത്. ഇപ്പം നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് തിരുമ്മി വെച്ചതാണ്, അതിൻ്റെ വെള്ളമാട്ടോ കാണുന്നത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാൻ മറന്നു പോയതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഉപ്പ് ആഡ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തുകൊണ്ട് വലിയ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഉടയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ചെറിയ സ്പൂൺ ഇട്ട് ഇളക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലോട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് കുടംപുളി ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇതിലോട്ട് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ആ മസാല ഒന്ന് പിടിച്ച് വരുന്നതിന് മാത്രം വെച്ചാൽ മതി. 2 മിനിറ്റ് വേവിച്ചാൽ മാത്രം മതി. ഇപ്പം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് രുചികരമായ ചെമ്മീനാണെന്ന്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒന്ന് ഗാർണിഷ് ചെയ്യാൻ മല്ലിയില ഇടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ഇല്ലായാലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോയ്ക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.